Dear students, today we are going to discuss Vogel's approximation method or VAM. Question: find the initial solution for the following TP. TP means transportation problem by Vogel's method. F1, F2, F3, F4, W1, W2, W3, 2, 7, 4, 3, 3, 1, 5, 4, 7, 1, 6, 2, supply 5, 8, 7, 14, demand 7, 9, 18. First solution, first check total demand equal to total supply ആണെന്ന് ചെക്ക് ചെയ്യണം. 7 plus 9 plus 18 total demand equal to 7 plus 9 plus 18 34. Then next check total supply. Total supply equal to 5 plus 8 plus 7 plus 14. That is equal to 34. Therefore, we can say that total demand equal to total supply. Therefore, total demand equal to total supply. ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും ഈക്വൽ ആണ്. സോ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തെഴുതി. ദെൻ വോഗൽസ് മെത്തേഡിൽ നമ്മൾ ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കണം. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഏറ്റവും രണ്ട് സ്മോളസ്റ്റ് നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ 4ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യുക. 4 minus 2 2. അതിവിടെ നമ്മൾ ഒരു 2 എന്ന് എഴുതുന്നു, ബ്രാക്കറ്റിൽ ഇടുന്നു. അപ്പം ഓരോ റോയിലെ സ്മോളസ്റ്റ് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. ഇവിടെ 1ഉം 3ഉം ആണ്. 3 minus 1 2. ഇവിടെ സ്മോളസ്റ്റ് 5ഉം 4ഉം ആണ്. 5 minus 4 1. ഇവിടെ സ്മോളസ്റ്റ് 1ഉം 2ഉം ആണ്. ദാറ്റ് ഈസ് 2 minus 1 1. ഇതുപോലെ തന്നെ കോളത്തിലെയും ചെയ്യണം. കോളത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് 1ഉം 2ഉം ആണ്. 1. ഇവിടെ 4ഉം 3ഉം ആണ്. സോ 3 minus 4 1. ഇവിടെ സ്മോളസ്റ്റ് 1ഉം 2ഉം ആണ്. സോ സ്മോളസ്റ്റ് 1ഉം 2ഉം ആണ്. 2 minus 1 1. സോ ഹയസ്റ്റ് പെനാൽറ്റി എഴുതണം. അപ്പോൾ ഇവിടെ 2 2 1 1 1 1 1. ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് പെനാൽറ്റി 2 ആണ്. അപ്പോൾ ഈ 2 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഏത് 2 വേണേലും എടുക്കാം. അപ്പോൾ ഈ റോ നമ്മൾ സെലക്ട് ചെയ്തു. അതായത് നമ്മൾ ഇത് സെലക്ട് ചെയ്തു ഹയസ്റ്റ് പെനാലിറ്റി. അപ്പോൾ ഈ റോ ആണ് സെലക്ട് ചെയ്തത്. ഇതിലെ ലോവസ്റ്റ് കോസ്റ്റ് ഏതാന്ന് നോക്കണം. ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2വിന് വേണം അലോക്കേഷൻ കൊടുക്കാൻ. അലോക്കേഷൻ കൊടുക്കേണ്ടത് മിനിമം ഓഫ് റോ ടോട്ടൽ ആൻഡ് കോളം ടോട്ടൽ. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ മിനിമം 5 അലോക്കേഷൻ നമ്മൾ കൊടുക്കുന്നു. സോ ഫസ്റ്റ് റോ ഇവിടെ 5 ഉണ്ട് സാറ്റിസ്ഫൈ ചെയ്തു. സോ ഫസ്റ്റ് റോ നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പം നെക്സ്റ്റ് ടേബിൾ ആയിട്ട് ഫസ്റ്റ് റോ ഇല്ലാതെ ബാക്കിയുള്ളത് വരയ്ക്കുന്നു. ഇവിടെ ഓൾറെഡി 5 കൊടുത്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ 2 ആണ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് റോ ഇല്ലാത്തത് നമ്മൾ എഴുതി. F2, F3, F4. F1 എഴുതിയില്ല. ദെൻ ഇവിടെ 7 ആയിരുന്നു. ഓൾറെഡി 5 കൊടുത്തുകൊണ്ട് 2. ദെൻ ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കണം. ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കാൻ സ്മോളസ്റ്റ് ഓരോ റോയിലെ സ്മോളസ്റ്റ് രണ്ട് നമ്പേഴ്സ് എടുക്കുക. അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 1ഉം 3ഉം ആണ് സ്മോളസ്റ്റ്. 3 minus 1 2. ഇവിടെ സ്മോളസ്റ്റ് 4ഉം 5ഉം ആണ്. 5 minus 4 1. ഇവിടെ 1ഉം 2ഉം ആണ് സ്മോളസ്റ്റ്. 2 minus 1 1. കോളത്തിന്റെ എടുക്കണം. ഏറ്റവും സ്മോളസ്റ്റ് 1ഉം 3ഉം ആണ്. സോ 2. ഇവിടെ 3ഉം 4ഉം ആണ് സ്മോളസ്റ്റ്. 4 minus 3 1. ഇവിടെ 2 minus 1 1. അപ്പൊ ഹയസ്റ്റ് പെനാലിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഏത് 2 വേണേലും സെലക്ട് ചെയ്യാം. ഞാൻ ഈ 2 സെലക്ട് ചെയ്യുന്നു. അപ്പൊ 2 സെലക്ട് ചെയ്തു. അപ്പൊ ഈ റോ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഈ റോയിലെ സ്മോളസ്റ്റ് എലമെന്റ് 1 ആണ്. അവിടെ വേണം അലോക്കേഷൻ കൊടുക്കാൻ. അപ്പൊ ഇവിടെ 8ഉം ഉണ്ട് 18ഉം ഉണ്ട്. മിനിമം കൊടുക്കണം. അപ്പൊ 8 കൊടുക്കുന്നു. സോ ഇത് കട്ടായിപ്പോയി, ഈ റോ കട്ടായിപ്പോയി.
ദെൻ അടുത്ത ടേബിൾ വരയ്ക്കുമ്പം F3 ഉം F4 ഉം വരയ്ക്കണം. ഇവിടെ 18ന്റെ സ്ഥാനത്ത് 8 ഓൾറെഡി കൊടുത്തത് കൊണ്ട് 10 വേണം വരയ്ക്കാൻ. ഇവിടെ 18 ആയിരുന്നു, നമ്മൾ 10 എടുത്ത് വരച്ചു. ദെൻ ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കണം. ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കാൻ ഇപ്പം ഈ റോയിലെ 5 4 ആണ് സ്മോളസ്റ്റ്. സോ 1, ഇവിടെ 1 2 ആണ് 1. ദെൻ കോളം വൈസ് എടുക്കുമ്പം ആകെ 2 എലമെന്റ്സേ ഉള്ളതുകൊണ്ട് അതിന്റെ സബ്ട്രാക്ട് ചെയ്താൽ മതി. 5 - 1 4 ബ്രാക്കറ്റിലിടണം. 6 - 4 2, 7 - 2 5. ഹയസ്റ്റ് പെനാൽറ്റി നമുക്കിവിടെ 5 ആണ്. അപ്പൊ ഈ കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ കോളം സെലക്ട് ചെയ്തു. അപ്പൊ 7 ഉം 2 ഉണ്ട്. സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. 2 ആണ് സ്മോളസ്റ്റ്. 2ന് വേണം അലോക്കേഷൻ കൊടുക്കാൻ. 10 ഉണ്ട് 14 ഉണ്ട്. 10 അലോക്കേഷൻ കൊടുക്കുന്നു. 10 അലോക്കേഷൻ കൊടുക്കുമ്പം ഈ കോളമാണ്, അതായത് W1 W2 W3. അപ്പൊ W3 എന്ന് പറഞ്ഞ കോളം നമ്മൾ കട്ട് ചെയ്യുന്നു. W3 എന്ന കോളം കട്ട് ചെയ്യുന്നു. അപ്പൊ ഇനിയും വരയ്ക്കാനുള്ളത് വരയ്ക്കേണ്ടത് W3 വരയ്ക്കാൻ പാടില്ല. W3 കട്ട് ചെയ്തു. F3 ഉണ്ട്, F4 ഉണ്ട്, W1 ഉണ്ട്, W2 ഉണ്ട്. 5 4 1 6. ഇവിടെ 5 4 1 6. ഇവിടെ 7 ഉണ്ട്. 7 ഇവിടെ 14 ആണ്. ഓൾറെഡി 10 കൊടുത്തു. 10 കൊടുത്തത് കൊണ്ട് അപ്പം റിമൈനിങ് 4. ഇവിടെ 2 9. ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കണം. ഹയസ്റ്റ് പെനാൽറ്റി കണ്ടുപിടിക്കാൻ 2 എലമെന്റ്സേ ഉള്ളൂ. അപ്പോൾ 5 - 4 1, 6 - 1 5, 5 - 1 4, 6 - 4 2. ഹയസ്റ്റ് പെനാൽറ്റി 5 ആണ്. സോ ഈ റോ നമ്മൾ സെലക്ട് ചെയ്തു. 5 വരുന്ന റോ സെലക്ട് ചെയ്തു. അപ്പോൾ 1 6 ഉണ്ട്. അലോക്കേഷൻ കൊടുക്കേണ്ടത് സ്മോളസ്റ്റിനാണ്. അപ്പോൾ അലോക്കേഷൻ കൊടുക്കേണ്ടത് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ സ്മോളസ്റ്റ് 1 ആണ്. 4 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ 2 കൊടുക്കാം. 2 കൊടുത്തു. അപ്പോൾ ഈ കോളം സാറ്റിസ്ഫൈ ചെയ്തു. സോ ഈ കോളം കട്ട് ചെയ്തു. W1 കട്ട് ചെയ്തു. പിന്നെ റിമൈനിങ് ടേംസ് ഉള്ളത് W2 എന്നുള്ള മാത്രമേ ഉള്ളൂ. 4 6 F3 F4. ഇപ്പം ഇവിടെ ഓൾറെഡി 7 ഉണ്ട്. ഇവിടെ 4 ആണ്. നമ്മൾ 2 കൊടുത്തു. സോ 2 റിമൈനിങ് ഉള്ളൂ. ഇവിടെ 9. അപ്പം 9. ഇനി ഹയസ്റ്റ് പെനാൽറ്റി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ 7 ഉണ്ട്. 7 കൊടുക്കുന്നു. ഇവിടെ 2 കൊടുക്കുന്നു. അപ്പോൾ 7 ഉം 2. 7 ഇവിടെ കൊടുത്തു. 2 കൊടുത്തു. അപ്പോൾ 7 കട്ടാവും. 2 കട്ടാവും. സോ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കൊടുത്ത അലോക്കേഷൻസ് ഒന്നുകൂടെ പ്രോബ്ലം വരച്ചിട്ട് എടുത്തെഴുതുന്നു. അപ്പം നമ്മൾ അലോക്കേഷൻസ് കൊടുത്തതെല്ലാം എടുത്തെഴുതി. ക്വസ്റ്റ്യൻ വെച്ചിട്ട് എടുത്തെഴുതി. അപ്പം നോക്കണം കറക്റ്റ് ആയെന്ന്. ഇവിടെ 5 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 8 7 7 2 + 2 4 + 10 14. അതുപോലെ കോളം വൈസും നോക്കണം. 5 + 2 7, 7 + 2 9, 8 + 10 18. അപ്പം അലോക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈക്വൽ ടു കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടതാണ്. അലോക്കേഷൻ കൊടുത്തത് 5 × 2 പ്ലസ് അടുത്തത് 8 × 1 പ്ലസ് 7 × 4 പ്ലസ് 2 × 1 പ്ലസ് 2 × 6 പ്ലസ് 10 × 2. That is equal to 5 × 2 10 plus 8 plus 28 plus 2 plus 12 plus 20. 10 plus 8 plus 28 plus 2 plus 12 plus 20. So final answer 80 rupees. Final answer 80 rupees. Transportation cost 80 rupees.